എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഖ്യയെ അതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചു അല്ലേ. അതായത് അഭാജ്യ സംഖ്യകളുടെ ഗുണനപരമായിട്ട് എഴുതാൻ എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായി. ഇപ്പോൾ അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 90. ഇപ്പോൾ 90 നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 0 ആണ്, അതുകൊണ്ട് 2 കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 45 അല്ലേ. അപ്പോൾ 90യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 45 കിട്ടും. അതുകൊണ്ട് നമുക്ക് 90യെ 2 × 45 എന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 2 അതേപോലെ തന്നെ എഴുതും അല്ലേ. ഇതെന്താണ്? ഇത് പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് 2 അങ്ങനെ തന്നെ എഴുതി. ഇനി 45 അല്ലേ, 45 നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 4ഉം 5ഉം 9 ആണ്. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 45നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എത്ര വരും? 3 × 15 അല്ലേ. 3 × 15. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 അല്ലേ പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്. ഇനി 15 അല്ലേ. 15 നമുക്ക് എന്ത് ചെയ്യാം? 15 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 × 5 3 × 15 അല്ലേ. അപ്പോൾ നമ്മൾ 90 എങ്ങനെ എഴുതി? 2 × 3 × 3 × 5 എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് 90യെ എന്ത് ചെയ്തത്? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയത്. അതായത് അഭാജ്യ സംഖ്യകളുടെ ഗുണനപരമായിട്ട് എഴുതിയത് അല്ലേ. ഇനി നമുക്കിതിനെ വേറെ രീതിയിലും കൂടി എഴുതാം. ഇപ്പോൾ നോക്കിയാൽ 90 അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം 90യെ മറ്റു രീതിയിൽ എങ്ങനെ ചെയ്യാം? അതായത് ഇവിടെ ശ്രദ്ധിച്ച 90 അല്ലേ. 90 നമുക്ക് എങ്ങനെ എഴുതാം? 90 നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് 90 എന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് 10 × 9 ആണ് 90 അല്ലേ, 90. 10നെ 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 90 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, 10 × 9 അല്ലേ. 10 × 9 90 ആണല്ലോ, ആണ് അല്ലേ. അപ്പോൾ നാം ഇതിനെ ആദ്യം 2 ഘടകങ്ങളാക്കി എഴുതി അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓരോന്നിനെയും ഇതേപോലെ തന്നെ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. 10നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10നെ നമുക്ക് 2 × 5 അല്ലേ. ആ 10നെ നാം 2 × 5 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 10നെ നാം 2 × 5 എന്ന് എഴുതി. ഇനി 9 ഉണ്ടല്ലോ ഇവിടെ. 9 എങ്ങനെ എഴുതാം? 9നെ നമുക്ക് 3 × 3 ആണ് 9 അല്ലേ. 3 × 3 ആണ് 9. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 90 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. 90 അങ്ങനെ എഴുതാം. 90 നമുക്ക് 10നെ അങ്ങനെ എഴുതി 2 × 5 എന്ന് എഴുതി. 9നെ 3 × 3 എഴുതി അല്ലേ. അപ്പോൾ 90 അങ്ങനെ എഴുതാം. 2 ഉണ്ട് ഇതിൽ, പിന്നെ 3 ഉണ്ട്, പിന്നെ വീണ്ടും ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ 2 × 3 × 3 × 5 അല്ലേ. 2 × 3 × 3 × 5. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ഇതിന് 2 ഘടകങ്ങളാക്കി അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള 2 ഘടകങ്ങളാക്കിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓരോന്നിനെയും എഴുതാം, എന്നിട്ട് എല്ലാതും കൂടി ഇത് രൂപത്തിൽ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേ രൂപത്തിൽ തന്നെ ചെയ്തു പോകാം. അപ്പോൾ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 89 അല്ലേ, 89 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യ ചോദ്യം അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം അല്ലേ. അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 72 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ഇവിടെ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കാം. ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കാം ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് പെട്ടെന്ന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. 72 ഹരിക്കണം 2, 7ൽ 2 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3 × 2 6, 1 ഇവിടെ 2. ഇനി 12ൽ എത്ര 2 ഉണ്ട്? 6 2 അല്ലേ. 6 × 2 12 കണ്ടാ. ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ 70 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 36. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് 2നെ അതേപോലെ ഇറക്കിയിടാം അല്ലേ. വേറെ വ്യത്യാസം 2 പ്രൈം നമ്പറാണ്. ഇൻറ്റു 36 ഇവിടെ ഓഡ് നമ്പർ ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 18 അല്ലേ. അപ്പോൾ ഇതേപോലെ 36 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം, സംശയമുള്ളവരും. അപ്പോൾ 2 × 18 36. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 അല്ലേ. ഈ 2 അതേപോലെ എഴുതി. ഇനി 18 എന്താണ്? ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 18 2 കൊണ്ട് എത്ര? 18 എത്ര 2 ഉണ്ട്? 2 × 9 അല്ലേ. 9 2 ഉണ്ട് 18. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി വീണ്ടും അടുത്ത് എന്ത് ചെയ്യാം? 2 × ഈ 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. 3 × 3 9. അപ്പോൾ 3 × 3 9. അപ്പോൾ നമുക്ക് 72നെ എങ്ങനെ എഴുതി? 72 = 2 × 2 × 3 × 3. ഓക്കെ. ഇനി നമുക്ക് ആ ചിത്രം വരയ്ക്കണം. എന്ത് ചെയ്യാം? വേഗം ഒരു ചിത്രം വരച്ച് വെക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം 72 അല്ലേ. 72 അതിനെന്ത് ചെയ്തു?
72 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 36 അല്ലേ? 2 ഇൻറ്റു 36. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ പ്രൈം നമ്പറാണ് അല്ലേ? അപ്പം ഇനി തൊടണ്ട. ഇനി 36 നമ്മൾ 36 എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഇൻറ്റു 18 അല്ലേ? 2 ഇൻറ്റു 18. ഓക്കെ, അപ്പോൾ 36 2 ഇൻറ്റു 18 നേടി. ഇനി രണ്ടവിടെ പോയിക്കോട്ടെ. ഇനി 36 18നെ പിടിക്കുക. 18 എന്ത് ചെയ്യാൻ പറ്റും? 2 ഇൻറ്റു 9. അപ്പോൾ എപ്പോഴും 2 3 ഒക്കെ എഴുതുമ്പോൾ ഈ സൈഡിൽ എഴുതാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? പ്രൈം നമ്പേഴ്സ് ഇവിടെ എഴുതണം. അഭാജ്യ സംഖ്യകൾ ഇവിടെ എഴുതാം. ഇപ്പോൾ ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യണം? 9 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനം ഈ റൈറ്റ് സൈഡ് ഇത് വന്നു 3 വന്നു അല്ലേ? പ്രൈം നമ്പർ ആയല്ലോ. 3 പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? 2 2 2 3 3. 2 2 2 3 3. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 105 അല്ലേ? അപ്പോൾ ഓക്കെ, 105 എഴുതാം നമുക്ക്. 105 സീക്വൽ ടു ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ഇവിടെ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കാം. ഓഡ് നമ്പർ ആണോ? ഇവിടെ ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ സംഖ്യയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ എന്താണ് എളുപ്പവഴി? ഇത് തമ്മിൽ കൂട്ടി നോക്കാം. ഇവിടെ 1ഉം 5 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1ഉം 5 എത്രയാണ്? 6 അല്ലേ? 6 ആണ്. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പായി അല്ലേ? അപ്പം ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. 10 എത്ര 3 ഉണ്ട്? 3 3 അല്ലേ? 3 ഇൻറ്റു 3 9 1 5. ഇനി 15 എത്ര 3 ഉണ്ട്? 5 3 5 ഇൻറ്റു 3 15. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 35 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 105നെ 3 ഇൻറ്റു 35. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 3 അല്ലേ? 3 പ്രൈം നമ്പറാണ്. ഇനി 35നെ നമുക്ക് നോക്കിയാൽ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ? പറ്റില്ല. 3ഉം 5ഉം 8 അല്ലേ? 8നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 3 കൊണ്ട്. അപ്പം 3 ഒഴിവാക്കി. ഇനി 4 കൊണ്ടും പറ്റില്ല, 5 കൊണ്ട് പറ്റും അല്ലേ? ഇവിടെ 5 ആയതുകൊണ്ട് 5 കൊണ്ട് പറ്റും. 5 കൊണ്ട് എത്ര പ്രാവശ്യം ഗുണിക്കാം? 7 ഇൻറ്റു 5 35 അല്ലേ? അപ്പം 5 ഇൻറ്റു 7. ഓക്കെ, ഇനി നോക്കിയേ. 3 എന്താണ്? 3ഉം പ്രൈം നമ്പേഴ്സായി അല്ലേ? 3ഉം അഭാജ്യ സംഖ്യകളായി. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 105 ഈക്വൽ ടു 3 ഇൻറ്റു 5 ഇൻറ്റു 7. ഇനി ചിത്രം വരയ്ക്കണമെങ്കിൽ അല്ലേ, നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വരച്ചിടുന്നുള്ളൂ. എന്ത് ചെയ്യാം? 105 അല്ലേ? 105ന് നമ്മൾ എന്ത് ചെയ്തു? 3 ഇൻറ്റു 35. 3 ഇൻറ്റു 35 ആണ് 105 അല്ലേ? ഇനി 3 അവിടെ നിന്നോട്ടെ, അഭാജ്യ സംഖ്യയാണ്. ഇനി 35നെ എന്ത് ചെയ്തു? 5 ഇൻറ്റു 7 അല്ലേ? ഇപ്പോൾ 7 എന്തായി? 7 അവസാനത്തെ സംഖ്യ എന്തായി? അത് നമുക്ക് അഭാജ്യ സംഖ്യയാണ് അല്ലേ? അതുകൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ വരും? 3 ഇൻറ്റു 5 ഇൻറ്റു 7. 3 ഇൻറ്റു 5 ഇൻറ്റു 7. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത സംഖ്യ ഏതാണ്? 144 അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഇത് ഈവൺ നമ്പർ ഇരട്ട സംഖ്യയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് 144നെ സീക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 144 ഹരിക്കണം 2. ഒന്നിന് പോലെ 14 7 പ്രാവശ്യം അല്ലേ? 7 ഇൻറ്റു 2 14. കുറയ്ക്കുമ്പോൾ 4. 4ൽ എത്ര 2 ഉണ്ട്? 2 2 അല്ലേ? 2 ഇൻറ്റു 2 4. ഓക്കെ ആണല്ലോ? അപ്പോൾ 72 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 72. അപ്പോൾ 2 ഇൻറ്റു 72. ഇനി 2ന് അതേപോലെ എഴുതി 72. ഇവിടെ ഇരട്ട സംഖ്യ ആണല്ലോ, 2 ആണ് അല്ലേ? അതുകൊണ്ട് 72 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചെയ്തു കിട്ടുമോ? സംശയമുള്ളവർ വേഗം പെട്ടെന്ന് ഉത്തരം കിട്ടുന്നവർ എഴുതാം. അതില്ലാത്തവർ എന്ത് ചെയ്യുക? 72 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7ൽ എത്ര 2 ഉണ്ട്? 3 2. 3 ഇൻറ്റു 2 6. 1. ഇനി ഇവിടെ 2. 12ൽ എത്ര 2 ഉണ്ട്? 6 2 അല്ലേ? 6 ഇൻറ്റു 2 12. ഓക്കെ, അപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടി അല്ലേ? 36. അപ്പോൾ 2 ഇൻറ്റു 36 ആണ് 72. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 36. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു ഇനി 36 അല്ലേ? 36 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നറിയാം. 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എൻ്റെ പകുതി 18 ആണെന്നറിയാം അല്ലേ? അപ്പോൾ അതുപോലെ ചെയ്യണ്ട അല്ലേ? അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 18. ഓക്കെ, ഇനി നോക്കിയേ. 2 ഇൻറ്റു 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 ഇൻറ്റു 9 അതെല്ലാവർക്കും അറിയാം. അപ്പോൾ 2 ഇൻറ്റു 9. ഇനി അടുത്തത് 2 ഇൻറ്റു 9നെ 9 എന്താണ്? 3 ഇൻറ്റു 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 3. ഇപ്പം എന്ത് കിട്ടി നമുക്ക്? 144 എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനി ഇവിടെ നമുക്ക് ആ ചിത്രം വരയ്ക്കണോ? വരയ്ക്കണമെങ്കിൽ നമുക്കത് വേഗം ഒന്ന് വരയ്ക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടാൽ മതി. മനസ്സിലായില്ലേ? 2 കൂടി ചെയ്യണ്ട.
ഇവിടെ നോക്കിയാൽ 144. അപ്പം എന്ത് ചെയ്യണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ എത്ര കിട്ടും നമുക്ക് 2 × 72 ആണ്. അപ്പോൾ 2 × 72 144. ഇനി വീണ്ടും നമുക്ക് 72 എന്ത് ചെയ്യാം 2 × 72 36 അല്ലേ 2 × 36 ആണ് 72. ഇനി 36 നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു 36 2 × 18 36. ഓക്കെ അത് കഴിഞ്ഞ് 18 2 × 9 അല്ലേ ഇനി 9 3 × 3. അപ്പോൾ 2 × 2 × 2 × 2 × 3 × 3. ഓക്കെ സെറ്റല്ലേ. ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ സംഖ്യ ഏതാണ് 330 അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാം 330 സീക്വൽ ടു ഇവിടെ നോക്കിയേ ഇവിടെ ഇരട്ട സംഖ്യ ആണ് അല്ലേ 0 അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യ ഈവൻ നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ചെയ്ത് നോക്കാം 330 ഹരിക്കണം 2 അല്ല 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം 1 × 2 2 1 ഇറക്കിട്ടു 3 ഇറക്കിട്ടു. ഇനി 13 എത്ര 2 ഉണ്ട് 6 2 അല്ലേ 6 × 2 12. ഓക്കെ 1 ഇറക്കിട്ടു 1 കുറച്ചിട്ടു. ഇനി 0 ഇറക്കി 10 അല്ലേ 10 എത്ര 2 ഉണ്ട് 5 2 5 × 2 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 165 × 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 330 2 × 165. ഓക്കെ ഇനി എന്ത് ചെയ്യണം 2 × 165 എങ്ങനെ ചെയ്യാൻ പറ്റും 165 നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം അല്ലേ. ഇവിടെ ഓഡ് നമ്പറാണ്. പിന്നെ എന്ത് ചെയ്യും ഇവിടെ ഇനി നമുക്ക് 3 കൊണ്ട് പറ്റുമെന്ന് അറിയാൻ എന്ത് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 ഉം 6 ഉം 7 7 ഉം 5 ഉം 12 അല്ലേ 12 കിട്ടി. അപ്പോൾ 12 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 165 ഹരിക്കണം 3 ഹരിക്കണം 3 എനിക്ക് 1 പറ്റില്ല 16 എത്ര 3 ഉണ്ട് 3 15 അല്ലേ 5 × 3 15 5 × 3 15. 1 കുറച്ചിട്ടു 5 ഇങ്ങോട്ട് ഇറക്കിട്ടു. ഇനി 15 എത്ര 3 ഉണ്ട് 15 5 3 അല്ലേ 5 × 3 15. അപ്പോൾ എന്ത് ചെയ്തു നമുക്ക് 165 3 × 55. അപ്പം 3 × 55 മനസ്സിലായില്ലേ. ഓക്കെ ഇനി എന്ത് ചെയ്യും നമുക്ക് ഇവിടെ 2 × 3 × 55 അല്ലേ. 55 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 3 കൊണ്ട് പറ്റുമോ 5 ഉം 5 ഉം 10 10 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 55 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഏതുകൊണ്ടാണ് പറ്റുള്ളൂ 5 കൊണ്ട് പറ്റും അല്ലേ. അപ്പോൾ 5 × എത്രയാണ് 5 × 11. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം 55 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 5 × 11 കിട്ടും. ഓക്കെ ഇനി നമുക്ക് ഏതാണ് 11 എന്താണ് 11 ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ. 11 ഒരു പ്രൈം നമ്പറാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി 11 നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 330 അങ്ങനെ എഴുതാം 2 × 3 × 5 × 11 അല്ലേ. 11 എന്താണ് 11 ഒരു പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ചിത്രം വരയ്ക്കേണ്ടി എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചിത്രം കൂടി വരച്ചിടാം. ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ നമ്മുടെ സംഖ്യ ഏതാണ് 900 അല്ലേ 900 നമുക്ക് ചെയ്യാലോ 900 സീക്വൽ ടു ഇവിടെ 0 ആണ്. അതെന്താണ് ഇതൊരു ഈവൺ നമ്പർ ഇരട്ട സംഖ്യയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം വയ്ക്കാൻ പറ്റും നോക്കിയാൽ 900 ഹരിക്കണം 2 9 എത്ര 2 ഉണ്ട് 4 2 4 × 2 8. ഇനി ഇവിടെ 1 കുറയ്ക്കുമ്പോൾ ഈ 0 ഇറക്കിട്ടു 10. ഇനി 10 എത്ര 2 ഉണ്ട് 5 2 അല്ലേ 5 × 2 10 അല്ലേ. ഇനി 0 ഉള്ളൂ അല്ലേ 0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ 0 നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ 0 അങ്ങോട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 450 എന്ന് കിട്ടി. അപ്പോൾ 450 × 2 ആണ് 900 അല്ലേ. അപ്പോൾ നമുക്ക് 900 2 × 450. ഓക്കെ ഇനി എന്ത് ചെയ്യാം ഈ 2 അങ്ങനെ തന്നെ ഇട്ടു ഇൻറ്റു 450 ഇതും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം പോകും 450 ഹരിക്കണം 2 4 2 പ്രാവശ്യം അല്ലേ 2 × 2 4. ഇനി 5 5 എത്ര 2 ഉണ്ട് 2 2 അല്ലേ 2 2 2 × 2 4. അപ്പോൾ കുറയ്ക്കുമ്പോൾ 1 കിട്ടി ഈ 0 കൂടെ ഇറക്കിട്ടു 10 അല്ലേ 10 എത്ര 2 ഉണ്ട് 10 5 2 അല്ലേ 5 × 2 10. അപ്പോൾ നമുക്കിവിടെ 450 എങ്ങനെ എഴുതാം 2 × 225 അല്ലേ. അപ്പോൾ 2 × 225. ഓക്കെ ഇനി നോക്കിയാൽ 2 × 225 അല്ലേ. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഇതെന്താ ഓഡ് നമ്പറാണ്. ഇനി 3 കൊണ്ട് പറ്റുമോ 2 × 2 4 4 5 9 അല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടി. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കാം 225 ഹരിക്കണം 3.
2 പോവില്ല. 23 22 എത്ര 3 ഉണ്ട്? 7 3 21. 7 × 3 21. കുറയ്ക്കുമ്പോൾ 1 കിട്ടി. ഈ 5 ഇറക്കി ഇട്ടു. ഇനി 15 എത്ര 3 ഉണ്ട്? 5 3 അല്ലേ? 5 × 3 15. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി നമുക്ക്? അപ്പോൾ നമുക്ക് 225 3 × 75 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 3 × 75. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 2 × 3 × 75 അല്ലേ? 75 നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് പറ്റില്ല എന്ന് ഉറപ്പായി. 3 കൊണ്ട് പറ്റുമോ? 7 5 12 അല്ലേ? 12 നമുക്ക് 3 കൊണ്ട് പറ്റുമല്ലോ. അപ്പോൾ 75 നമുക്ക് 3 കൊണ്ട് പറ്റും. അപ്പോൾ നോക്കിയേ, 75 ഹരിക്കണം 3 എത്ര പ്രാവശ്യം പോവും? 7 2 പ്രാവശ്യം അല്ലേ? 2 × 3 6. കുറയ്ക്കുമ്പോൾ 1. ഇവിടെ 5. 15 എത്ര 3 ഉണ്ട്? 5 പ്രാവശ്യം അല്ലേ? 5 × 3 15. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി 75 3 × 25 എന്ന് എഴുതാം അല്ലേ? 3 × 25. ഇനി ഇപ്പോൾ 2 × 3 × 25 അല്ലേ? 25 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ 25 നമുക്ക് 5 × 5 25. അപ്പോൾ എല്ലാം എന്തായി? പ്രൈം നമ്പേഴ്സ് ആയല്ലോ അല്ലേ? അഭാജ്യ സംഖ്യകളെ. അപ്പോൾ 900 നമ്മൾ എന്ത് എഴുതും? 900 = എങ്ങനെ എഴുതാം? 2 × 2 × 3 × 3 × 5 × 5. ഇനി ഇതിൻ്റെ ചിത്രം വരയ്ക്കണം എന്നുള്ളവർക്ക് നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇനി നാം പഠിക്കാൻ പോകുന്നത് ഓൾ ഫാക്ടേഴ്സ്, അതായത് എല്ലാ ഘടകങ്ങളും. അപ്പോൾ ഒരു സംഖ്യയുടെ എല്ലാ ഘടകങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ, അതായത് അഭാജ്യ ഘടകങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നാം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ഈ ഏത് സംഖ്യയുടെയും ഓൾ ഫാക്ടേഴ്സ് എല്ലാ ഘടകങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതിപ്പോൾ 1 2 ചെയ്യുമ്പോൾ നിങ്ങൾ എളുപ്പത്തിന് മനസ്സിലാവും. ഇപ്പോൾ നോക്കിയാൽ 15ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ, അഭാജ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അഭാജ്യ ഘടകങ്ങൾ അല്ലേ? അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അഭാജ്യ സംഖ്യകൾ അല്ലേ? അഭാജ്യ ഘടകങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ അത്. അപ്പോൾ 15ൻ്റെ അഭാജ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. 15 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം അല്ലേ? ഇതാ പറ്റുള്ളൂ. അപ്പോൾ 15ൻ്റെ അഭാജ്യ ഘടകങ്ങൾ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 ഉം 5 ഉം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് 2 പ്രൈം ഫാക്ടേഴ്സ് ഉള്ളൂ അല്ലേ? 3 ഉം 5 ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സംഖ്യകളാണ് നാം എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇതിൽ 15 വേറെ 2 ഘടകങ്ങളുണ്ട്. ഏതാണ്? ഒന്ന് ഏതാണ്? 15 അതേ സംഖ്യ, പിന്നെന്താണ്? 1 അല്ലേ? 1 അതേ സംഖ്യയും ഏത് സംഖ്യയുടെയും ഘടകങ്ങളാണ് ഏതൊക്കെ? ആ സംഖ്യയും പിന്നെ 1 അല്ലേ? അപ്പോൾ 15 വേറെ ഏത് ഘടകങ്ങളൊക്കെ വരും? 1 പ്രൈം ഫാക്ടേഴ്സ് വരും, പിന്നെയോ ഈ 15 വരും, 1 വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ എഴുതാം? ഫാക്ടേഴ്സ് ഈ 15ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 5 1 15 അല്ലേ? അപ്പോൾ ഈ 15 വരും, പിന്നെ 1 വരും. അപ്പോൾ ഇത് കൂടാതെ 15 വരും, ഒരു 1 വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം 1 ഇടുക അല്ലേ? ആദ്യം 1 ഇട്ട് അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ 5, അത് കഴിഞ്ഞാൽ അതേ സംഖ്യ 15. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുള്ള പണി. അപ്പോൾ ഇവിടെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. 2 ഫാക്ടേഴ്സ് ഉള്ള കേസിൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയും പിന്നെ 1 കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ 1 ഉം 15 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നമ്മൾ ലാസ്റ്റ് എഴുതണം 1 പിന്നെ ആ സംഖ്യയും കൂടെ എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പോൾ 21 നോക്കാം. 21. അപ്പോൾ 21ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം. 3 × 7 ആണ് 21 അല്ലേ? 3 × 7 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പ്രൈം ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതായത് 2 അഭാജ്യ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സംഖ്യകൾക്ക് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? നാം എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ 1 കൂട്ടാം, അതുപോലെ തന്നെ 21 അല്ലേ? അപ്പോൾ 1 21 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം 1 എഴുതി അല്ലേ? 1 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 7 എഴുതി, പിന്നെ അതേ സംഖ്യ 21. അപ്പോൾ 1 21 ഇതിൻ്റെ കൂടെ 1 21 നമ്മൾ കൂട്ടി എഴുതി. ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. 35ൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ പോകണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അറിയുകയാണെങ്കിൽ
നാം എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ ഒന്നും കൂട്ടുക, അതേ സംഖ്യയും ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അത് രണ്ട് അഭാജ്യ ഘടകങ്ങൾ മാത്രമുള്ളൂ എങ്കിൽ ശ്രദ്ധിക്കുക, രണ്ട് അഭാജ്യ ഘടകങ്ങൾ മാത്രമുള്ളുവെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അഭയുടെ കൂടെ ഒന്നും ഈ 35 ആഡ് ചെയ്ത് എഴുതാൻ മതി അല്ലേ, അതും കൂടി ചേർത്താൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ 35 പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ 3 കൊണ്ട് പറ്റില്ല അല്ലേ. 35 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എന്താണ് 5 അല്ലേ. അപ്പോൾ 5 × 7 അല്ലേ. അപ്പോൾ 5 × 7 ആണ് 35. അപ്പോൾ 5ഉം 7ഉമാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ഉള്ളൂ ആകെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ 1ഉം പിന്നെ ഈ സംഖ്യയും അല്ലേ. അപ്പോൾ 1 ആദ്യം എഴുതാം, നമ്മൾ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് 1 ആദ്യം എഴുതി, പിന്നെ 5, പിന്നെ 7, പിന്നെ ഇതേ സംഖ്യ 35. കണ്ടോ, വളരെ ഈസിയാണ്. അപ്പോൾ 1 ആദ്യം എഴുതാം, നമ്മളൊരു ഓർഡറിൽ എഴുതാൻ പറ്റും. 5, 7, 35 ഒന്നും എഴുതിയാലൊന്നും കുഴപ്പമില്ല, നമുക്കൊരു ഭംഗി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 എഴുതി, പിന്നെ 5, 7, പിന്നെ 35. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 77 എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ? 7ഉം 7ഉം 14 14 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 77 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 4 കൊണ്ട് പറ്റുമോ? പറ്റില്ല അല്ലേ, ഓഡ് നമ്പറാണ്. 5 കൊണ്ട് പറ്റില്ല, ഇവിടെ 5 അല്ല. ഇനി 6 കൊണ്ട് പറ്റില്ല, ഈവൺ നമ്പർ, ഇത് ഓഡ് നമ്പറാണ്. ഇനിയോ 7 കൊണ്ട് പറ്റും അല്ലേ. അപ്പോൾ 7 × അപ്പോൾ 77 ഒന്ന് ഹരിച്ചു നോക്കാം നിങ്ങൾ. 7 × എത്രയാണ്? 7 × 11 അല്ലേ. അപ്പോൾ 77 നിങ്ങൾ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 7ഉം 11ഉം ഇത് രണ്ടുമാണ് ഈ 77ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ. അങ്ങനെയാണെങ്കിൽ 2 എണ്ണമല്ലോ, എന്ത് ചെയ്താൽ മതി, 1ഉം ഈ 77ഉം അപ്പുറം ഇപ്പുറം എഴുതാം അല്ലേ. അപ്പോൾ 1 എഴുതി, 7, 11, പിന്നെ ഈ സംഖ്യ തന്നെ 77. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഈ സംഖ്യ എഴുതാൻ മറക്കരുത്. ഇനി 26 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 26 ഈവൺ നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 26ൻ്റെ പകുതി എത്രയാണ്? 13. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ഉം 13 അല്ലേ. 2 × 13 26. വേറെ ഉണ്ടോ? വേറെ പ്രൈം ഫാക്ടർ ഇല്ല 26-ന്. 2 × 13 അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ ആദ്യം 1 എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 13 എഴുതി, പിന്നെ അതേ സംഖ്യ എഴുതി 26 അല്ലേ. പ്രൈം ഫാക്ടർ എഴുതാം, അതിൻ്റെ കൂടെ 1ഉം 26ഉം എഴുതാം, ആ സംഖ്യയും 1ഉം കൂടി എഴുതാം, അത്രേ ഉള്ളൂ. ഇനി 51 ആണെങ്കിലോ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇനി 3 കൊണ്ട്, 5ഉം 1ഉം 6 അല്ലേ. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് 51നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 51നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് നോക്കാം, സൈഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ 51ൽ എത്ര 3 ഉണ്ട്? 17 3 അല്ലേ. അപ്പോൾ 3 × 17 ആണ് 51. അപ്പോൾ 3 17 നമുക്കറിയാം. 17 എന്താണ്? 17 ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ. 17 വേറെ ഘടകങ്ങളില്ല, 1ഉം 17 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2 അഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഈ 2 പ്രൈം ഫാക്ടേഴ്സ് ആണ് ഇതിനുള്ളത്, 51-നുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 51ൻ്റെ എല്ലാ ഘടകങ്ങളും ഏതൊക്കെ വരും? ഏതൊക്കെ ഘടകങ്ങളുണ്ട്? ആദ്യം 1 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 17 എഴുതി, പിന്നെ 50 ആ സംഖ്യ തന്നെ എഴുതി. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി 95 നോക്കിയേ. 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ? 9ഉം 5ഉം 14. 14 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിനെയും ഹരിക്കാൻ പറ്റില്ല. ഇനി 4 കൊണ്ട് പറ്റില്ല, ഇനി 5 കൊണ്ട് പറ്റും. 5ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ 5 കൊണ്ട് നിങ്ങൾ 95നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 19 എന്ന് ആൻസർ കിട്ടും. 19. അപ്പോൾ നമുക്ക് 95നെ 5 × 19 എന്ന് എഴുതാം. ഇനി 19 മാറ്റാൻ പറ്റുമോ? ഇല്ല. 19 എന്താ? ഒരു പ്രൈം നമ്പറാണ്, ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 19ന് 19ഉം 1ഉം മാത്രമുള്ള ഘടകങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഈ 2 പ്രൈം ഫാക്ടേഴ്സാണ് ഇതിനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 1 എഴുതി, പിന്നെ 5, 19 അല്ലേ. അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതി, അത് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ എഴുതാം, 95. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 പ്രൈം ഫാക്ടേഴ്സ് വന്ന സംഖ്യകളുടെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.